ഈ തെരഞ്ഞെടുപ്പിൽ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ഷാഫിയും യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥിയും വ്യാപകമായി പ്രചരിപ്പിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതലുള്ള ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന രാഷ്ട്രീയവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെയും വലിയ രൂപത്തിൽ മനസ്സിൽ ഏറ്റുവാങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതോടുകൂടി ഈ മണ്ഡലത്തിലെ യു.ഡി.എഫിന്റെ ഇത്തരം പ്രഖ്യാപനങ്ങളെല്ലാം ജനങ്ങൾ ആദ്യം തന്നെ തള്ളിക്കളഞ്ഞു. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞു, ഇത്തവണ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലം വട്ടിയൂർക്കാവ് മാതൃകയിൽ ഞങ്ങൾ പിടിച്ചെടുക്കും, എൽ.ഡി.എഫ് പിടിച്ചിരിക്കും എന്നാണ് പറഞ്ഞത്. അതിനനുസൃതമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം, വയനാടിനെ ഇപ്പോഴും ഒരു ചില്ലി കാശ് തരാതെയുള്ള ദ്രോഹകരമായ നിലപാട് ഉൾപ്പെടെ കേരളത്തിലെ എൽ.ഡി.എഫ് സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ചർച്ചാ വിഷയമാക്കി. അതോടൊപ്പം എല്ലാ കുബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ഡലത്തെ യു.ഡി.എഫ് നിലനിർത്താനും എല്ലാവിധ കുപ്രചരണത്തിലൂടെ ഈ മണ്ഡലത്തെ പിടിച്ചെടുക്കാനുള്ള ബി.ജെ.പിയുടെ ശ്രമവും, അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടെല്ലാം വലിയ രൂപത്തിൽ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ്. വളരെ വ്യക്തതയോടുകൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇപ്പോ ഇന്നലെ വ്യാപകമായി എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുത്ത പത്രപരസ്യം. ഞങ്ങള് ഇവിടെ ഈ പരസ്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ ബോധപൂർവം ആരോപണം ഉന്നയിച്ചല്ല. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഇപ്പോഴും RSSകാരനായിട്ടുള്ള ശരീരം കൊണ്ട് മാത്രം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന വ്യക്തിയെ അദ്ദേഹം കോൺഗ്രസിൽ ശരീരം കൊണ്ട് വരുന്നതിന് മുമ്പ് പ്രവർത്തിച്ച പാർട്ടിയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തും പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിലും വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നതിന് വേണ്ടി ചീറ്റിയ വിഷം, അതെല്ലാം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു. അതായിരുന്നു പരസ്യം. അതിന് എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു യു.ഡി.എഫിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. മാത്രമല്ല ബി.ജെ.പിക്കകത്ത് നിൽക്കുന്ന സന്ദീപ് വാര്യർ കാശ്മീരിലെ മുസ്ലിങ്ങളെ കഴുത്തിൽ ടയറ് കെട്ടിയിട്ട് തീകൊളുത്തി കൊലപ്പെടുത്തി പാകിസ്ഥാനിലേക്ക് അയക്കണം എന്ന പോസ്റ്റിനെ സന്ദീപ് വാര്യർ ന്യായീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ കൂടെ ഷാഫി പറമ്പിലും ന്യായീകരിച്ചല്ലോ. എന്തൊരു മാനസികമായ ഒരു അവസ്ഥാവിശേഷമാണ് ഷാഫിക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്.
ഞങ്ങൾ ഇദ്ദേഹം പറഞ്ഞ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ ഒരു മടിയുമില്ലാതെ ന്യായീകരിക്കുന്ന നിലയിലേക്ക് ഷാഫി പോലും എത്തി എന്നുള്ളത് ഒരു രാഷ്ട്രീയമായി എത്രത്തോളം ഒരു കോൺഗ്രസിന്റെ നേതാവ് തരം താന്നു എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവല്ലേ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ടായിരിക്കും വിജയിക്കുക. വൻ ഭൂരിപക്ഷത്തോടുകൂടി ഡോക്ടർ പി സരിൻ വിജയിക്കും. മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന പാർട്ടിയായി ബി ജെ പി മാറും. ബി ജെ പിയുടെ സുരേന്ദ്രന്റെ ഒരു പോസ്റ്റ് ഇപ്പോ ഞാൻ കാണാനിടയായി. മൂന്നാം സ്ഥാനത്തേക്ക് UDF എത്തുമെന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത്. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ LDFും UDFും തമ്മിലാണ് മത്സരമെന്ന്. BJP മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോ കെ സുരേന്ദ്രൻ BJPയുടെ അധ്യക്ഷൻ പറയാതെ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് LDFന് അനുകൂലമാവും എന്നുള്ളതാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തവണ ഈ മണ്ഡലം ഞങ്ങൾ പിടിച്ചെടുക്കും.